10ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന കേസിൽ MS സൊല്യൂഷൻസിലെ 2 അധ്യാപകരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പുതിയങ്ങാടി സ്വദേശി ജിഷ്ണു, മലപ്പുറം സ്വദേശി ഫഹദ് എന്നിവരാണ് അറസ്റ്റിലായത്. കേസിലെ 1ാം പ്രതി MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബ് ഒളിവിലാണ്. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ ഏറെ വൈകി 2 പേർ അറസ്റ്റിലായിരിക്കുന്നു, ഒരാളിപ്പോൾ ഒളിവിലെന്ന വിവരവും. എന്താണ് ഇപ്പോൾ നടപടി വിശദാംശങ്ങൾ? സ്മൃതി, 1.5 മാസത്തിന് ശേഷമാണ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ 2 അധ്യാപകരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2 പ്രതികളും കേസിലെ 2-3 പ്രതികളാണ്. ഈ കേസെടുത്തതിന് പിന്നാലെ 2 പ്രതികളും ഒളിവിൽ പോയിരുന്നു. കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ തന്നെയാണ് ഇവർ ഒളിവിൽ താമസിച്ചത്. പിന്നീട് നാട്ടിലേക്ക് തിരികെ എത്തി കൊടുവള്ളിക്ക് അടുത്തുള്ള വാവാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ക്വാർട്ടേഴ്സിൽ ഒളിവിൽ താമസിക്കുന്ന സമയത്താണ് ക്രൈംബ്രാഞ്ച് ഇന്ന് രാവിലെ 2 പ്രതികളെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ് അധ്യാപകനായ ഫഹദ്, ഒപ്പം തന്നെ ജിഷ്ണു കണക്ക് അധ്യാപകനാണ്. ഈ 2 അധ്യാപകരാണ് ഈ 10ാം ക്ലാസ് ചോദ്യങ്ങൾ, ഈ ചോർത്തപ്പെട്ടു എന്ന് പറയുന്ന ചോദ്യങ്ങൾ യൂട്യൂബ് ചാനൽ വഴി അവതരിപ്പിച്ചത് ഈ 2 അധ്യാപകരാണ്. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ പ്രാഥമികമായി നൽകിയ മൊഴി എന്ന് പറയുന്നത് ഇവർക്ക് ലഭിച്ച ചോദ്യങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്ന് പറയുന്നത്. ഈ ചോദ്യങ്ങൾ MS സൊല്യൂഷൻ ഓഫീസിൽ നിന്ന് തയ്യാറാക്കി നൽകിയതാണ്. അത് നോക്കി അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ഈ അധ്യാപകർ നൽകിയിരിക്കുന്ന മൊഴി. ഏതായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കേസിൽ 1ാം പ്രതി എന്ന് പറയുന്നത് MS സൊല്യൂഷൻ്റെ CEO ഷുഹൈബാണ്. ഷുഹൈബിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ കോടതി തള്ളിയിരുന്നു. അതുകൊണ്ട് ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ മുൻപാകെയാണുള്ളത്. ആ ജാമ്യാപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കുന്നവരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഹൈക്കോടതി അറിയിച്ചിരുന്നു. അതുകൊണ്ട് ഷുഹൈബിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി ഷുഹൈബിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ ചോദ്യങ്ങൾ എങ്ങനെ ചോർന്ന് MS സൊല്യൂഷൻ ലഭിച്ചു എന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയുള്ളൂ. 10ാം ക്ലാസ് കണക്കിൻ്റെയും ഒപ്പം തന്നെ ഇംഗ്ലീഷിൻ്റെയും ചോദ്യങ്ങളാണ് ക്രമനമ്പർ പോലും തെറ്റാതെ യൂട്യൂബ് ചാനലിൽ പ്രവചനം എന്ന രീതിയിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ MS സൊല്യൂഷനെ കേന്ദ്രീകരിച്ച് മാത്രമാണ് അന്വേഷണം നടക്കുന്നതെന്ന് ക്രൈംബ്രാഞ്ച് SP പറയുന്നു. കൂടുതൽ അന്വേഷണം ഇവരെ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ക്രൈംബ്രാഞ്ച് അറിയിച്ചിരിക്കുന്നത്. സ്മൃതി.